ഞാൻ മറ്റേ ഇത് പാടും തമിഴ്. ഞാൻ പഴയ പാട്ട് പാടാം. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഇളയരാജ ഭയങ്കര ഇഷ്ടമാണ്. ഇളയരാജ റഹ്മാൻ, എ ആർ റഹ്മാൻ, വിദ്യാസാഗർ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒരു ഇളയരാജ റഹ്മാനാണ്, എ ആർ റഹ്മാനാണ് രണ്ടുപേരും. അപ്പം ഇളയരാജ SPB കോമ്പിനേഷൻ ഒരു പാട്ട്. നലം വാഴ എന്നാടും എൻ വാഴ്ത്തുക്കൾ தமிழ் கூறும் பல்லாண்டு என் வார்த்தைகள் இளவேனில் உன் வாசல் வந்தாடும் இளம் தென்றல் உன் மீது பண் பாடும் இளவேனில் உன் வாசல் வந்தாடும் இளம் தென்றல் உன் மீது பண் பாடும் நலம் வாழ என் நாடும் என் வாழ்த்துக்கள் தமிழ் கூறும் பல்லாண்டு என் வார்த்தைகள் ஓ ஓ ஓ ഇഷ്ടമുള്ളത് ഇങ്ങനെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാട്ടാണ് ശരിക്കും. അപ്പോൾ സ്റ്റേജ് ഷോ ചെയ്യുമ്പം അവിടെ എങ്ങനെയുള്ള പാട്ടുകളാണ് പാടാറ്? സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും മെലഡി, ഒരു തുടക്കം, ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഓഡിയൻസ് പലതരമല്ലേ, എല്ലാം മിക്സഡ് ഓഡിയൻസ് ആണ്. അപ്പം ഓരോരുത്തർക്കും വേണ്ടത് വേറെ വേറെ പാട്ടുകൾ, വെറൈറ്റിയാണ്. ഇപ്പോഴത്തെ ശരിക്കും സ്റ്റേജ് പെർഫോമൻസ് ഈ റിയാലിറ്റി ഷോന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് മാറി. നമ്മൾ ഒരു ചുമ്മാ നിന്ന് പാടുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ പെർഫോം ചെയ്യണം. വി നീഡ് ടു പെർഫോം. അതിന്റെ വരിക്കനുസരിച്ചോ നമ്മൾ അവിടുത്തെ ഒരു മൂഡ് അനുസരിച്ചോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എനിക്കൊന്നും എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്യത്തില്ല, എല്ലാവർക്കും അത് എനിക്കൊന്നും ഇഷ്ടമല്ല. അത് സിംഗിങ്ങിന് അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല, അത് അത്ര ഹെൽപ്ഫുൾ അല്ല. പക്ഷെ എന്നാലും എനിക്ക് ഞാനൊരു എൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഓഡിയൻസ് എൻജോയ് ചെയ്യാറുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ എന്നിൽ നിന്ന് അവർക്ക് അത് വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അവർ അത് ആവശ്യപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. ആൻഡ് ദാറ്റ് ടു എനിക്ക് പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പാടുമ്പം ഞാൻ കഴിവതും ഞാനത് എൻജോയ് ചെയ്ത് പാടും. അപ്പം ഞാൻ നാച്ചുറലി അവരത് എൻജോയ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള പാട്ടും പെർഫോമൻസ് ഒക്കെ. അപ്പം തുടക്കം മെലഡി തുടങ്ങിയിട്ട് പിന്നീട് കുറച്ചൊന്ന് ഒരു ഇതായിട്ട് പിന്നെ ഒരു എൻജോയ് ചെയ്യുന്നു. ഫുൾ ലാസ്റ്റ് എല്ലാം ഭയങ്കര ഫാസ്റ്റ് സോങ്സ് പാടും. ഹിന്ദി പാടിയിട്ടുണ്ടോ? ആൽബം ചെയ്തിട്ടുണ്ടോ? ഹിന്ദി ഇപ്പം ഞാനൊരു പുതിയൊരു ആൽബം പാടാൻ അങ്ങനെ ഒരു അവസരം കിട്ടി. ഞാനിങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ ഫിലിം റെക്കോർഡിങ്ങിന് പോയപ്പം വേറൊരു ആൽബം പാടാൻ പറ്റും, തമിഴ് ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ ഒരു സ്റ്റുഡിയോ തമിഴ് ആൽബം ചെയ്തു. പിന്നെ അങ്ങനെ അവിടെ ആ സ്റ്റുഡിയോയിൽ പാടിയപ്പോഴത്തേക്ക് അവർക്ക് എന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ റെക്കോർഡിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചെനിക്ക് ഇങ്ങനെ ഒരു കോൾ കിട്ടി, ഇങ്ങനെ ഒരു ഹിന്ദി ആൽബം ഉണ്ട്, അപ്പം അങ്ങനെ പാടാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വയനാട് എനിക്ക് ഹിന്ദി അറിയാം, പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്, പാടാറുണ്ട്. അപ്പൊ അങ്ങനെ പോയി പാടി. അതിപ്പം ജസ്റ്റ് എന്റെ നെയിം ചെയ്തിട്ടില്ല, പിന്നെ അൺടൈറ്റിൽഡ് ആണ്. ഒരു ജസ്റ്റ് ആ വർക്ക് പാടിയിട്ട് അവർ ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. അത് ഇപ്പം ബോംബെയിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയലൈസ് വരും തോന്നുന്നു, വിശ്വസിക്കുന്നു. ഒരു ഹിന്ദി പാട്ട് പാടാൻ പറ്റുമോ പ്രേക്ഷകർക്ക്? പിന്നെന്താ, ഉറപ്പായിട്ടും റൊമാൻസിയുടെ AR റഹ്മാന്റെ ഒരു പാട്ട് പാടാം. അജ്നബി തൂ ഭീ കഭി ആവാസ് ദേ കഹീ സേ अजनबी तो भी कभी आवाज दे कहीं से मैं यहाँ टुकड़ों में जी रहा हूँ मैं यहाँ टुकड़ों में जी रहा हूँ तो कहीं टुकड़ों में जी रही है अजनबी तो भी कभी आवाज दे कहीं से अजनबी तो भी कभी आवाज दे कहीं से. കോളേജ് എവിടെയാ പഠിച്ചത്? ക്യാമ്പസിലെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ? എന്താ ശരിക്കും അത് നമുക്ക് എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും അങ്ങനെ അല്ലേ. നമ്മള് ക്യാമ്പസ്, ഞാൻ മാർവോനിസ് കോളേജായിരുന്നു പഠിച്ചത്. നല്ലൊരു ലൈവ്ലി ആയിട്ടുള്ള ഒരു കോളേജാണ് ട്രിവാൻഡ്രം, മാർവോനിസ് കോളേജ് ട്രിവാൻഡ്രം. നല്ല ഫ്രണ്ട്സും പ്രോഗ്രാംസും. എങ്ങനെയായിരുന്നു പാട്ട്? ഇപ്പോഴും പാട്ട് പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടാവില്ലേ? ശരിക്കും അത് നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ സ്കൂളിലായാലും കോളേജിലായാലും എനിക്ക് കുറെ മ്യൂസിക്കൽ ഫ്രണ്ട്സ് ഉണ്ട്. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു
ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മ്യൂസിക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മ്യൂസിക് ആയിരിക്കും ശരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് മാർവൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായി. അതേപോലെ എനിക്ക് ഉണ്ണികൃഷ്ണൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ ജയ്ഹിന്ദ് ടി വിയിൽ തന്നെ നീലാംബരി എന്നൊരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ പാടാൻ പറ്റി. അത് ഇങ്ങനെ കർമ്മകാണ്ഡങ്ങൾ പകരും അനുഭവത്തിൻ്റെ നിറവിൽ നമ്മൾ പങ്കിടും ഈണം നീലാംബരി നീലാംബരി. അത് ശരിക്കും ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ മുമ്പൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി, അതിൻ്റെ ട്യൂണിനെ പറ്റി. നമ്മൾ ഓരോ രാഗങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് ചെയ്ത ട്യൂണൊക്കെയാണ്. അപ്പം അതൊക്കെ ശരിക്കും നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. അത് കെമിസ്ട്രി കൂടും. പക്ഷെ നമ്മൾക്ക് അറിയാവുന്ന ഒരാളാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായ ഇൻപുട്സ് ഇടാൻ പറ്റും. നമ്മൾ അങ്ങനെ ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും, നമുക്ക് പേടിയായിരിക്കും ശരിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തു പോയി അതേപോലെ പാടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം നന്നായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്രണ്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാം. അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ട്രൈഡ് ബട്ട് ഫെയിൽഡ് എന്നൊക്കെ പറയില്ല അതേപോലെ. പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഞാനൊരു മ്യൂസിക്കലി എൻലൈറ്റൻഡ് ആവാനൊക്കെ ഒരു ചിന്തയുണ്ട് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയല്ല, സീരിയസ് ആയിട്ടല്ല. പക്ഷെ ഞാൻ മ്യൂസിക് ആയിട്ട് അപ്പം നമ്മൾ എപ്പോഴും പാട്ട് കേൾക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പാട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും. നമുക്കത് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അറിയത്തില്ല. ജാസി ഗിഫ്റ്റിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ഫ്രീഡം തരുന്ന മ്യൂസിക് ഡയറക്ടറാണോ അദ്ദേഹം? നല്ല ഫ്രീഡം തരുന്ന, നല്ല ജോളിയാണ് പുള്ളി. നല്ല ഞാൻ പട്ടാളം തമിഴ് മൂവി വരാൻ പോകുന്ന മൂവിയിൽ പാടാൻ പറ്റി അങ്ങനെ ഒരു അവസരം. എങ്ങനത്തെ പാട്ടാ അതിൽ പാടിയിരിക്കുന്നത്? അത് കുറച്ച് ഡാൻസ് നമ്പറാണ്, അത് റിലീസ് ആയിട്ടില്ല, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പാടാം. ഇപ്പം ഡിഗ്രി കഴിഞ്ഞല്ലേ, എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്കൊന്ന് നെക്സ്റ്റ് ഇയർ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ ഞാൻ ചെന്നൈയിൽ മൂവ് ചെയ്യും. ചെന്നൈയിലാണ് എല്ലാ വർക്കും നടക്കുന്നത്. അപ്പം കുറച്ച് മ്യൂസിക് ഞാൻ പറഞ്ഞില്ല, മ്യൂസിക് സീരീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തൽക്കാലം ഞാൻ മ്യൂസിക് ക്ലാസ്സിന് പോകുന്നുണ്ട് കാവലം. ഞാൻ പറഞ്ഞില്ല, കാവലം ശ്രീകുമാർ സാറിൻ്റെ കീഴിലാണ്. അപ്പം മോസ്റ്റ്ലി ഞാൻ ചെന്നൈ മൂവ് ചെയ്തിട്ട് എന്തെങ്കിലും വോക്കൽ കോഴ്സ്, കുറച്ചും കൂടെ മ്യൂസിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. നമ്മൾ മറ്റുള്ളവരെ ഓരോ ആർട്ടിസ്റ്റിനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇനിയും എന്തൊക്കെ പഠിക്കാൻ കിടക്കുന്നത്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇനിയും പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ റെക്കോർഡിങ് കിട്ടുകയാണെങ്കിൽ റെക്കോർഡിങ്, ഷോസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നല്ലൊരു പാട്ടിലാണ് തുടങ്ങിയത് അല്ലേ? ഏകദേശം നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പാട്ടിലൂടെ നമുക്ക് എ ആർ റഹ്മാൻ്റെ ഒരു തമിഴ് ചെയ്യാം. ഹരിഹരൻ പാടിയ പാട്ട്. നീലാകാகிறது நேரம் தேகிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும் காற்று வீசும் வெயில் காயும் காயும் அதில் மாற்றமேதுமில்லையே வானம் மண்ணும் நம்மை வாழச் சொல்லும் அந்த வாழ்த்து ஓயவில்லை என்றென்றும் வானில் நீலாகாகிறது நேரம் தேகிறது யாரும் രസിക്കവില്ലയേ. നന്നായിരുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സംഗീതം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചോടെ ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നു. താങ്ക് യു.